2030 ആകുമ്പോഴേക്കും 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം, 5 ദശലക്ഷം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം എന്നീ ലക്ഷ്യങ്ങളെക്കുറിച്ചും എണ്ണവാതക ആസ്തികൾക്കായി പുതിയ ലേല റൌണ്ടുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മേഖലകളിൽ നിക്ഷേപത്തിന് നിരവധി സാധ്യതകളുണ്ടെന്നും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ നിക്ഷേപം നടത്താൻ നിക്ഷേപകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എല്ലാ വിദഗ്ധരും പറയുന്നത് 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടെ നൂറ്റാണ്ടെന്നാണ്. ഭാരതം സ്വന്തം വളർച്ചയെ മാത്രമല്ല ആഗോള വളർച്ചയും നയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഊർജ്ജ അഭിലാഷങ്ങൾ 5 തൂണുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സൗരോർജ്ജ ഉൽപാദന ശേഷി 32 മടങ്ങ് വർദ്ധിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് ഇന്ത്യ 3ാമത്തെ വലിയ സൗരോർജ്ജ ഉൽപാദന രാജ്യമാണെന്നും ഫോസിൽ ഇതര ഇന്ധന ശേഷി 3 മടങ്ങ് വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.